ഇങ്ങനെ ആ പെണ്ണും ബ്രേക്കപ്പ് ചെയ്തത് കൊണ്ട് വിഷമിച്ച് ലോൺലി ആയിട്ടിരിക്കുന്ന ഹീറോയ്ക്ക് പെട്ടെന്നൊരു വോയിസ് കേൾക്കുന്നു. അത് കേട്ടിട്ട് ഹീറോ ആ വോയിസ് കേട്ട സ്ഥലത്തേക്ക് ഓടുന്നു. അവിടെ ചെന്നപ്പോ ആണെങ്കിൽ ഒരു പാർട്ടി മീറ്റിംഗിൽ MLA സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു വന്ന MLAയോട് എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ലവ് യു എന്നൊക്കെ പറയുന്നു ഹീറോ. MLAക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. പക്ഷെ ഹീറോ ആണെങ്കിൽ MLA എങ്ങോട്ട് പോയാലും പുറകെ എല്ലാം ഹീറോ പോകാൻ തുടങ്ങുന്നു. കോഫി കുടിക്കാനിരുന്നപ്പോ ഹാർട്ട് വരച്ചു കൊടുക്കുന്നു. പിന്നെ എവിടെ മീറ്റിംഗിന് ചെന്നാലും അവിടെയൊക്കെ ചെന്ന് ഐ ലവ് യു എന്നുള്ള ബലൂണൊക്കെ കാണിക്കുന്നു. ഇങ്ങനെ പുറകെ നടന്ന് ഹീറോ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഹീറോയുടെ ശല്യം സഹിക്കത്തില്ലാതെ MLA ഒരു ദിവസം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വിളിക്കുന്നു. അവിടെ ചെന്നപ്പോ MLAയുടെ ആൾക്കാര് അവനെ ഭയങ്കരമായിട്ട് അടിക്കുന്നു. ഹീറോയിനെ അടിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോ ഓപ്പോസിറ്റ് പാർട്ടിക്കാര് MLAനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഹീറോ ചെന്ന് MLAനെ രക്ഷിക്കുന്നു. അന്ന് തൊട്ട് ഹീറോയും MLAയും ഫ്രണ്ട്സ് ആകുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ചാറ്റ് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഹീറോ MLAക്ക് കോൾ ചെയ്ത് എന്റെ ലവ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ബിൽഡിംഗിൽ നിന്നും താഴെ ചാടുമെന്നും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അന്നേരം ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് MLA അങ്ങോട്ട് ചെല്ലുന്നു. MLA ഓടി ബിൽഡിംഗിന്റെ മേളിലേക്ക് കയറി ചെന്നിട്ട് ഞാൻ നിന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യുന്നു, ട്രൂ ആയിട്ട് ഞാൻ നിന്നെ ലവ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് ഇവൻ തിരിഞ്ഞിട്ട് MLAനെ ഷൂട്ട് ചെയ്യുന്നു. എന്തിനാണ് ഇവൻ MLAനെ ഷൂട്ട് ചെയ്തെന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം.